ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തിരുക്കുറളിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. തമിഴിന്റെ പഴമയുടെ അറിവിന്റെ ഒരു വലിയ ലോകമാണ് മോഹൻദാസ് സാറിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ അതിൻ്റെ ആദ്യത്തെ 10-20 ഈരടികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. 2 അധ്യായങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇന്ന് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ പഴയതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, പഴയതിനെ കുറിച്ച് ഒന്ന് പറയാൻ, കാരണം പുതിയതായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് എന്ന് മാത്രം ഒന്ന് മോഹൻദാസ് സാർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻ സാർ, യു ആർ വെൽക്കം. ഏവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങളുടെ ഏവരുടെ പേരിലും എന്റെയും പേരിലും സാബു സാറിനെ അനുമോദിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. സാറിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഒരു എന്താ പറയുക, റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ്റെ ഒരു കടമയാണ് കോട്ടയത്തെ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു മുടക്കവും ഇല്ലാതെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും സമന്വയിപ്പിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലം കിട്ടത്തക്ക വിധത്തിൽ വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ ചെയ്യുന്ന ഈ സേവനം ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂടുവയ്പായിട്ടാണ് സാർ കാണുന്നതെങ്കിലും അതിൻ്റെ മഹത്വം വളരെ അധികമാണ്, വളരെ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ഈ വരുന്ന ഒരു തിരുക്കുറളിൽ തന്നെ അതിൽ വരുന്നുണ്ട്, അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് വലിയവർ, എന്നാൽ ആകുന്ന കാര്യം പോലും ചെയ്യാതിരിക്കുന്നവരാണ് ചെറിയവർ. അപ്പം വലിയവർ ആര് ചെറിയവർ ആരെന്നുള്ളതിന് ഉദാഹരണമായിട്ട് വള്ളുവർ തന്നെ ഒരു ഈരടികളിൽ പറയുന്നുണ്ട്. ആ ലെവലിലേക്ക് ഉയർന്നു വരുന്ന സാബു സാറിന് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു, നമസ്കരിക്കുന്നുണ്ട്. നമ്മുടെ ഇതിലേക്ക് കിടക്കാം. തിരുക്കുറൾ ലോകത്തിൽ ഏറ്റവും അധികമായിട്ടുള്ള ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് തിരുക്കുറളാണ്. ഇത് ഒരു ജീവിത ശൈലിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് തൻ്റെ ദൈനംദിന ജീവിതത്തിൽ കൂടി കണ്ടറിഞ്ഞ സത്യങ്ങളെ അല്ലെങ്കിൽ അനുഭവങ്ങളെ വളരെ ചുരുക്കമായിട്ട് 7 വാക്കുകൾ കൂടി ഈരടികളിൽ ഉൾപ്പെടുത്തി, ആ 7 വാക്കുകളിൽ പോലും ആദ്യത്തെ ഒരു 4 വാക്കുകളിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനൊരു താരതമ്യം ചെയ്യാൻ ഉപമയായിട്ടാണ് അടുത്ത 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹം തിരുക്കുറളിൽ 1330 ഈരടികളുണ്ട്. അതായത് 133 അധ്യായങ്ങൾ, ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്ററിനും 10 ഈരടികളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 133 ഗുണം 10 1330 ഈരടികളാണ് ഉള്ളത്. പിന്നെ തിരുക്കുറൾ തന്നെ 3 നമുക്ക് ഭാഗങ്ങളായിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. 1 ധർമ്മം, ധർമ്മത്തെക്കുറിച്ച്, പിന്നെ അർത്ഥം, പിന്നെ 1 കാമം. അങ്ങനെ ജീവിതത്തിന് തന്നെ 3 തരംതിരിച്ചിട്ട് അതിനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഓരോന്നിനെയും നമുക്ക് വിവരിച്ചു തരുന്നത്. ആദ്യം പറയുന്നത് ധർമ്മത്തിന് തന്നെയാണ്. ധർമ്മത്തിൽ തന്നെ മംഗളാചരണം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അതിൽ തന്നെ 4 ചാപ്റ്റർ ഉണ്ട്. ദൈവസ്തുതി, ഈ നമ്മുടെ എല്ലാ ഭാഷകളിലും ഏതെടുത്താലും അതിൽ തുടക്കം എന്ന് പറയുന്നത് അകാരം എന്ന ആ കൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം ഇതിൻ്റെയാണ് തുടക്കം, ആദി ഭഗവനാണ് എന്നുള്ളതിലാണ്. അപ്പൊ ദൈവസ്തുതി എന്നുള്ള പറഞ്ഞിട്ട് ആ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യത്തെ 10 ഈരടികളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവസ്തുതി കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് വർഷ പ്രശസ്തിയാണ്, മഴ. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ മഴ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. മഴയില്ലെങ്കിൽ ഈ ഭൂലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലവും നിലനിൽക്കില്ല. അതുകൊണ്ട് മഴയെക്കുറിച്ചും മഴ പെയ്യാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം
ആ സാഹചര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ മഴ കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തെ അധ്യായമായിട്ട് ഇന്ന് പറയുന്നത് സന്യാസ മഹിമ. തമിഴിൽ പറയുമ്പോൾ നീത്താർ പെരുമ. നീത്താർ എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് തന്നെ ജീവിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ വേണ്ടാത്തതിനൊക്കെ ഒഴിവാക്കി വേണ്ടത് മാത്രം ഉൾക്കൊണ്ടും ജീവിക്കുന്ന മഹത് വ്യക്തികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. മൂന്നാം അധികാരത്തിൽ സന്യാസി മഹിമ, യോഗി മഹാത്മ്യം കുറിച്ച് പറയുന്നു. തമിഴിൽ നീത്താർ പെരുമ. നീത്താർ എന്ന് പറഞ്ഞാൽ സാധാരണ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ എസസരിയ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ പിന്നെ കവി പറയുന്നത് യോഗി മഹാത്മ്യം എന്ന് പറയുന്നു. ആരാണ് യോഗി? എന്താണ് സന്യാസി? ഒന്നിനോടും പ്രത്യേകമായ എന്തെങ്കിലും ഇച്ഛയോ അനിച്ഛയോ ഇല്ലാത്ത ഒരാൾ, എന്തിനോടെങ്കിലും മമതയോ വെറുപ്പോ ഇല്ലാത്തവർ. ജീവിതത്തിന്റെ ഒറ്റ ലക്ഷ്യം ലോകത്തിന് നന്മ ചെയ്യുക. ലോകത്തെ എക്കാലം നയിച്ചു പോരുന്നത് ഈ ഋഷീശ്വരന്മാരാണ്. അതുകൊണ്ട് അവിടെ ധർമ്മചര്യയും മഹത് യാഗവും എന്നും മഹത് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് ഇവർ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ള അവരുടെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ മഹത് വചനങ്ങൾ എല്ലാം ഇതായിട്ട് വന്ന് ഗ്രന്ഥങ്ങളായിട്ട് മാറുന്നു. നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ബൈബിളായിട്ട് എടുക്കാം, ഖുർആനായിട്ട് എടുക്കാം, രാമായണം, മഹാഭാരതം, ഇങ്ങനെയുള്ള അതായത് ക്ലാസിക്. ഞാൻ മൂന്നാലെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തുള്ള ഏത് സംസ്കാരം എടുക്കുകയാണെങ്കിലും ഏത് രാജ്യം എടുക്കുകയാണെങ്കിലും അവർക്ക് അവരുടെ ഒരു ചരിത്രവും ഒരു സാഹിത്യ രീതിയുണ്ട്. ഇതൊക്കെ ഗ്രന്ഥങ്ങളായിട്ടാണ് സൂക്ഷിച്ചു വരുന്നത്. ആ ഗ്രന്ഥങ്ങൾ മഹത് ഗ്രന്ഥങ്ങളാകുന്നത് എപ്പോഴും വെച്ചാല് ഇങ്ങനെയുള്ള ഋഷിവരന്മാരുടെ ചെയ്തികളെ ലോകത്തിലേക്ക് അറിയിക്കുമ്പോൾ മാത്രമാകുന്നു. ഉത്തമ ഗ്രന്ഥങ്ങളുടെ ദൃഢമായ കർത്തവ്യവും എന്തെന്നാൽ ധർമ്മനിഷ്ഠമായ ദിനചര്യയോടുകൂടി ജീവിതം നയിക്കുന്ന സന്യാസിവര്യന്മാരുടെ വിശിഷ്ടമായ പല കാര്യങ്ങളിലും വെച്ച് മഹത്വം നിറഞ്ഞ ദിവ്യത്വം വാഴ്ത്തുക. ആ ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ഗ്രന്ഥങ്ങൾക്ക് അതിന്റെ മഹത്വവും കൂടുന്നു. അത് തന്നെയാണ് പറയുന്നത്. ധർമ്മമുറ തെറ്റാത്ത യോഗീന്ദ്രൻ തൻ മഹിമ വർണ്ണിക്കൽ സദ്ഗ്രന്ഥധർമ്മം. ഒരു ഗ്രന്ഥത്തിന്റെ ധർമ്മം എന്താന്ന് വെച്ചാല് ധർമ്മം മുറ തെറ്റാത്ത യോഗീന്ദ്രൻ മഹിമ വർണ്ണിക്കൽ. തമിഴില് ഒഴുക്കത്ത് നീത്താർ പെരുമൈ. അതായത് ഒഴുക്കം എന്ന് പറഞ്ഞാല് സദാചാര നിഷ്ഠ, അതിൽ നിന്ന് ജീവിച്ചവർ. വിഴുപ്പത്ത് വീണ്ടും പനുവൽ തുണിവ്. ആ മഹത് വ്യക്തികളുടെ ഗുണങ്ങളെ അല്ലെങ്കിൽ വചനങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് നല്ല ഗ്രന്ഥങ്ങളുടെ ലക്ഷണം എന്ന് ആദ്യത്തേതിൽ പറയുന്നുണ്ട്. സന്യാസി മഹിമയുടെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. അതില് തമിഴില് ഒഴുക്കത്ത് നീത്താർ പെരുമൈ, വിഴുപ്പത്ത് വേണ്ടും പനുവൽ തുണിവ്. പനുവൽ എന്ന് പറഞ്ഞാൽ ഉത്തമ ഗ്രന്ഥം എന്നുള്ള മീനിങ്ങിലാണ്. മലയാളത്തില് ധർമ്മമുറ തെറ്റാത്ത യോഗീന്ദ്രൻ മഹിമ വർണ്ണിക്കലാണ് സദ്ഗ്രന്ഥധർമ്മം. ആദ്യത്തെ ഈരടികൾ അവിടെ അവസാനിക്കുന്നുണ്ട്. രണ്ടാമത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിന്റെ കാര്യം പറഞ്ഞുതരാം. അഹംബോധത്തെയും, അതായത് 5 പഞ്ചങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം. ഈ തരത്തിലുള്ള 5ഉം ഇതുവരെ താല്പര്യങ്ങളെ എല്ലാം വെടിഞ്ഞ സന്യാസിമാരുടെ മഹത്വം എണ്ണി എണ്ണി പറഞ്ഞാൽ എങ്ങും എത്തുകയില്ല. അതായത് ഈ ലോകത്തിൽ നാളിതുവരെ ജനിച്ച് മരിച്ചവരുടെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനേക്കാൾ പ്രയാസമാണ് ഈ വിശാലമായ ഈ ലോകത്തിൽ നാളിതുവരെ ജനിച്ച് മരിച്ചവർ എത്ര പേരാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നാൽ കഴിയുമോ? സാധിക്കില്ല. അതുപോലെ തന്നെ
അസംഖ്യമാണ് ഋഷീശ്വരന്മാരുടെ മഹത്വപൂർണമായ ചെയ്തികളും. അതായത് ലോകത്തിൽ പല ഭാഗങ്ങളിലും പല എന്താ പറഞ്ഞ പോലെ കാലഘട്ടങ്ങളിലും മഹാന്മാരെ പ്രത്യക്ഷപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അവതരിക്കാറുണ്ട്. അങ്ങനെ അവതരിക്കുന്ന ആ മഹത്വ വ്യക്തികളുടെ ചെയ്തികൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും ഓരോ മഹാപുരുഷൻ അല്ലെങ്കിൽ ദിവ്യ പുരുഷന്മാരെ അവതരിക്കുന്നുണ്ട്. അവര് മഹത് വചനങ്ങൾ പറയുന്നുണ്ട്. അതിന് എത്ര എണ്ണമാണ് കണക്കിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നതോ നമ്മൾ കേട്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ തുച്ഛമായ കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ. അത് ഈ മണ്ണിൽ ജനിച്ചു മരിച്ചവരുടെ സംഖ്യ എടുക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ മഹത് വ്യക്തികളുടെ ചെയ്തികളെ നാം എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കുന്നത്. തുറந்தார் பெருமை തുണൈക്കൂറിൻ വയ്യത്ത് ഇറந்தாരെ എണ്ണിക്കൊണ്ടച്ച്. ഈ മണ്ണിൽ ജനിച്ചു മരിച്ചവരുടെ സംഖ്യ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് മുനികുല മഹിമകൾ എണ്ണാമോ? ചോദ്യം അതാണ് കവി പറയുന്നത്. മുനികുല മഹിമകളെ എണ്ണാമോ? ലോകത്തിൽ സ്മൃതി അടഞ്ഞോര് എത്രയെന്നും, ലോകത്തിൽ ജനിച്ചു മരിച്ചവർ എത്രയെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതുപോലെ തന്നെയാണ് മുനികുല മഹിമ ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ ഋഷീശ്വരന്മാരുടെ സംഖ്യ എടുക്കാൻ നമ്മൾ പ്രയത്നിക്കുന്ന ഒരു പ്രവൃത്തി. അപ്പം അത്രത്തോളം എന്താ പറഞ്ഞാല് ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ മഹാന്മാർ അല്ലെങ്കിൽ മഹത്വമുള്ളവർ ഈ മണ്ണിൽ, ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ച് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ നമ്മളോടൊപ്പം നയിച്ചു പോയിട്ടുണ്ട് എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സാധാരണ പറയാറില്ലേ, ഈ ലോകം തന്നെ നിലനിന്ന് പോകുന്നത് കുറേ നല്ല മനുഷ്യർ അല്ലെങ്കിൽ മഹത് വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന്. അത് ഓരോ കാലഘട്ടത്തിലുണ്ടാവും. നമ്മൾ ചുരുക്കത്തിൽ എണ്ണി പറയുന്നത് 3-4 പേരെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഈജിപ്തിലായാലും ഗ്രീസിലായാലും ബത്ലഹേമിലായാലും മക്കയിലായാലും മദീനയിലായാലും ഓരോ സ്ഥലത്തും അവിടെ ഈ പറഞ്ഞ യുവപുരുഷന്മാർ അവതരിച്ചിട്ടുണ്ട്. അവര് അവിടുത്തെ ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാം യാതനകൾ അനുഭവിച്ച ആ യാതനകൾ കൂടിയാണ് ഈ സമൂഹത്തിന് നയിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ 2 ഇരടികളായി. ഒന്നുകൂടി പറയാണ്, മുനികുല മഹിമ എണ്ണാമോ ലോകത്തിൽ സ്മൃതി അടഞ്ഞോരെത്രയെന്നും. ഈ രണ്ടും അത് ഒന്നും സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ കൂടെ ഊമമായിട്ട് കവി പറയുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത്, ജന്മത്തിന്റെ ദുഃഖം മോക്ഷത്തിന്റെ അഴിയാത്ത സുഖം എന്നീ രണ്ടും ഗുണദോഷ വിഭജനത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഈ ജന്മത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ചവരുടെ മഹിമ തന്നെയാണ് ഉലകിൽ ശ്രേഷ്ഠമായത്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഇൻപം തുன்பം നമുക്ക് വളരെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇൻപവും തുன்பവും കണ്ട മുനിമാരുടെ മഹിമയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സർവശ്രേഷ്ഠം. 2 വരി പറയുന്നുണ്ട്. ഇൻപം നമ്മൾ 2 വിഭജിച്ചാൽ മതി. ഇൻപം തുன்பം കണ്ട മുനി ധർമ്മ മഹിമ. ധർമ്മ രീതിയിൽ നിന്ന് ഇൻപത്തെയും തുன்பത്തെയും കണ്ട ഋഷിമാര അല്ലെങ്കിൽ മഹത് വ്യക്തികളുടെ വചനങ്ങളാണ് അല്ലെങ്കിൽ അവർ സ്വീകരിച്ച സന്യാസമാണ് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. സുഖം ദുഃഖം, ഇൻപം തുன்பം, പിറപ്പ് ഇറപ്പ്, ജനനം മരണം, സുഖം ദുഃഖം, ഇൻപം തുன்பം, ഇങ്ങനെ 2 നമുക്ക് ഏതിനെയും അതിന്റെ നല്ല വശങ്ങളെയും അതിന്റെ മറുവശത്തിനെയും അല്ലെങ്കിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അങ്ങനെ തരംതിരിച്ച് പോകുമ്പോൾ തന്നെ ഈ ഇൻപം തുன்பം കണ്ട മുനിധർമ്മ മഹിമ ഭൂമണ്ഡല ഇതിൽ സർവശ്രേഷ്ഠമാവുന്നു. ഇതുവരെ നമ്മൾ 3 സാറേ ഒരു കാര്യം, എത്രാമത്തെ ഇത് വായിക്കുന്നതെന്ന് പറയാം. എന്റെ അടുത്ത് മലയാളം ഇരിപ്പുണ്ട്, എനിക്കത് വായിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കും. അപ്പൊ സാറ് വായിക്കുമ്പോ എനിക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് എത്രാമത്തെ തൊട്ടാ സാർ വായിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം പറയാമോ? 3-ാമത്തെ അധ്യായത്തിൽ എത്ര? അധ്യായം 3. അധ്യായം 3-ല് 3-ാമത്തതാണ് ഞാനിപ്പോ വായിച്ചിരിക്കുന്നത്.
ഓക്കെ, താങ്ക് യു സാർ. അത് എന്റെ അടുത്ത് പിന്നെ മലയാളത്തിലുള്ളതുകൊണ്ട് ഞാൻ പണ്ട് വാങ്ങിച്ചതാ, പക്ഷെ എനിക്ക് തമിഴ് നല്ല ഇത് പിടിയില്ലാത്തതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. മലയാളത്തിൽ ഞാൻ തർജ്ജമ എടുത്തിരിക്കുന്നത് കവി രമേശൻ നായരുടെയാണ്. അപ്പൊ പുള്ളിയുടെ വാക്കുകൾക്കും ഇത് മറ്റൊന്നും വ്യത്യാസം ഉണ്ടാവും. യൂണിവേഴ്സൽ പ്രസ് പബ്ലിക്കേഷൻസിന്റെ അതിന്റെ കയ്യിലില്ല. അപ്പൊ സാറൊന്ന് വായിച്ചത്. സാറ് ഇപ്പം മൂന്നാമത്തെ ഏതാ പറഞ്ഞിരിക്കുന്നത്? എന്നാലും ചില വാക്കുകളുടെ വ്യത്യാസം വരത്തുള്ളൂ. സാറേ, ഈ പുസ്തകമാണ്. ആയിക്കോട്ടെ സാറേ. ഈ പറഞ്ഞ മൂന്നാമത്തെ പിന്നെ ഈ പറഞ്ഞല്ലേ വാക്കുകൾ അല്ലെങ്കിൽ അല്പം മാറുന്നേ ഉള്ളൂ. സാറൊന്ന് വായിച്ചു. ഒരു മിനിറ്റ്. ഒരു തമിഴ് ഉണ്ടാവില്ലേ? മലയാളം മലയാളം മാത്രമേ ഉള്ളൂ. രണ്ടും മലയാളത്തില. അധ്യായം 4, അധ്യായം 3. ഒരു മിനിറ്റ്. അതിലെ മലയാളവും മലയാളത്തിന്റെ അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. നീ താൻ പെരുമൈ, മഹാത്മ്യം. നീത്താർ പെരുമൈ, അത് തന്നെ. ഒഴുക്കത്തു നീത്താൻ പെരുമൈ വിഴുപ്പത് വേണ്ടും പനവൽ തുണിവും. അത് 21-ാമത്തത്. അതാണ് തമിഴ്. എന്റെ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഈ മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യമായിട്ട് വരുന്ന ഒഴുക്കത്ത്. തമിഴ് മലയാളത്തിൽ അടിച്ചതാ. അതെ അതെ അതെ. അപ്പൊ അതിന്റെ യഥാർത്ഥത്തിലുള്ള മലയാളം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാം. മലയാളത്തിലെ രമേശൻ നായരുടെ എഴുതിയിട്ടുണ്ട്. മലയാളം. ഓക്കെ, ഇത് രണ്ടാമത്തെ വായിക്കൂ സാർ. രണ്ടാമത്തെ അനുസരിച്ച് സാർ രണ്ടാമത്തെ വായിക്കൂ. ഒഴുക്കത്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത 22-ാമത്തത്. തുറന്താൻ പെരുമൈ തുണൈക്കുറിൻ വയ്യത്തു എണ്ണിക്കും വരെ. തുറന്താൾ കർമ്മ. അതിന്റെ ഓരോ വാക്കിന് ഈ ലോകത്തിൽ ഇതുവരെ ജനിച്ചു മരിച്ചവർ എത്ര പേരെന്ന് നിർണയിക്കുവാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് കർമ്മവിമുക്തരായ ഋഷിവരന്മാരുടെ മഹത്വപൂർണമായ ചെയ്തികളും അതാത് ഈ ലോകത്ത് ജനിച്ച് മരിച്ചവരുടെ എണ്ണം നിർണയിക്കുന്നതിനും നാമമായ ഋഷിവരന്മാരുടെ മഹത്വം വിലയിരുത്തുക എന്നത്. അടുത്തത് 23. ഇരുമൈ വകൈ തൈരിൻ ഇണ്ടുറം പൂണ്ടാൻ. ഈ ലോകത്തിലെ ജന്മം ദുരിതത്തെ അവലംബിച്ച് ക്ലേശവും അനശ്വരമുക്തിയും മാധുര്യം. അത് തന്നെ സാർ വായിച്ചോളൂ. തമിഴ് വേണമെങ്കിൽ ഞാൻ അത് തിരിച്ചു പറഞ്ഞുതരാം. ഇരുമൈ വകൈ തെരിന്ത്. കാരണം ഏതായാലും സാർ നോക്കി പോയല്ലോ, അപ്പൊ മനസ്സിലാക്കാണ്. ഇരുമൈ ഇൻപവും തുൻപവും. വക തിരിച്ച്, തെരിന്ത് അറിഞ്ഞ. തമിഴ് വായിച്ചാ മതി. എനിക്ക് അതിന്റെ അർത്ഥം ഇതിൽ എഴുതിയിട്ടുണ്ട്, വേർഡ് ബൈ വേർഡ്. എന്ന് പറയാം. ഇരുമൈ വകൈ. അത് തന്നെ പിന്നെ തിരുവള്ളുവർ പറയുമ്പോൾ ചില വാക്കുകളൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് പദം ഒന്ന് തിരിച്ചാൽ മതി. അതിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇരുമൈ വകൈ തിരിന്ത്. ഈണ്ട് അവിടെ ഈണ്ട് എന്ന് പറഞ്ഞത് ഈണ്ടറാം എന്ന് പറയുന്നത്. ഈണ്ട് മറ്റേ ഈടെ. ഈണ്ട് അറം. അറം എന്ന് പറഞ്ഞ ധർമ്മം. മനസ്സിലായല്ലേ? അറം പൂണ്ടാർ പെരുമൈ. അങ്ങനെ ധർമ്മ വഴിയിൽ നിന്ന് മഹിമ കൊണ്ട ആൾക്കാർ എന്നുള്ള മീനിങ്ങിലാണ്. ഋഷിവരന്മാർ ധർമ്മ വഴിയിൽ ജീവിച്ച മഹിമ നേടിയ ഋഷിവരന്മാർ എന്നുള്ള മീനിങ്ങിലാണ് അവിടെ വരുന്നത്. ഇരുമൈ വകതിരുന്ന് ഈണ്ട് അറം പൂണ്ടാർ പെരുമൈ മഹിമ പിറങ്കിണ്ട് ഉലക്. അത് പറയാൻ ബുദ്ധിമുട്ടാവുന്നു. ഇനി 4-ാമത്തെ നോക്കട്ടെ. അതായത് നമ്മുടെ ഇത് പഞ്ചേന്ദ്രങ്ങളാണ്. പഞ്ചേന്ദ്രങ്ങളെ ഒന്ന് കടിഞ്ഞാനിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അതുപോലെ ആനയെ അതിന്റെ അങ്കുശം കൊണ്ട് അല്ലെങ്കിൽ തോട്ടി കൊണ്ട് ഒന്ന് നിയന്ത്രിക്കുന്നത് പോലെയാകുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രങ്ങളെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വിവേകം വേണം, അല്ലെങ്കിൽ അറിവ് വേണം, അല്ലെങ്കിൽ ജ്ഞാനം. ഈ പറയുന്ന ഇതിലൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ നമ്മുടെ
കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വിവേകമാകുന്ന അങ്കുശത്തെ കൊണ്ട് പഞ്ചേന്ദ്രങ്ങളാകുന്ന ആനകളെ അടക്കി നിർത്തുന്നവരാണ് സന്യാസി. ആ സന്യാസിപരമെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രങ്ങളും അതിന്റെ വികാരങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നവരാണ്. എങ്ങനെ? അവിടെ ജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാന ദൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ അവരെ അനുമതി കൂടി അറിഞ്ഞ അറിവ് കൊണ്ട് അത് നിയന്ത്രിക്കുന്നു. അങ്ങനെ ശ്രേഷ്ഠമായി ഉള്ള ഋഷിവരന്മാരെ ആണ് എവിടേക്കുള്ള ഒരു വഴികാട്ടി അല്ലെങ്കിൽ വിത്തായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാല് മോക്ഷത്തിലേക്കുള്ള നിലത്തിലൊരു വിത്തിട്ട് അത് എന്താ പറഞ്ഞാല് മുളച്ച് ഫലം തരുന്നത് പോലെ മോക്ഷത്തിലേക്കുള്ള വിളനിലത്ത് ഇവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഇവരുടെ അനുഭവങ്ങളുടെയാണ് നമുക്ക് ഒരു വിത്തായിട്ട് എടുക്കാനുള്ളത്. അറിവിന്റെ തോട്ടിയാൽ അഞ്ചും നീന്തിപ്പോൾ വര നിലത്തേക്കൊരു വിത്താം. ഇവരുടെ ആ മഹിമ അല്ലെങ്കിൽ അവരുടെ ആ ചെയ്തികളായിരിക്കും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി, അത് നമ്മുടെ മനസ്സാകുന്ന നിലത്തിനെ പാകപ്പെടുത്തി മോക്ഷത്തിലേക്ക് കൊണ്ടു ചെല്ലുന്ന, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുമ്പോൾ സ്വർഗം എന്നുള്ള ആ മീനിങ്ങിലാകും, അല്ലെങ്കിൽ കൊണ്ടു ചെല്ലുന്ന ഒരു വിത്തായിട്ട് മാറുന്നത്. അപ്പൊ ഇവരുടെ ചെയ്തികള് നമ്മള് മനസ്സില് വിത്തായിട്ട് ആവുകയാണെങ്കിൽ അതിന്റെ ഫലം മോക്ഷം. ജ്ഞാനമാകുന്ന തോട്ടിയെ കൊണ്ട് പഞ്ചേന്ദ്രങ്ങളാകുന്ന മദ്ഗജങ്ങളെ നിയന്ത്രിച്ച് സ്വന്തം വരുതിയിൽ നിർത്തുന്ന യോഗീശ്വരന്മാർ എല്ലാ നിലങ്ങളിലും വച്ച് ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്ന മോക്ഷനിലത്തിന് ഒരു വിത്താകുന്നു. ഇവിടെ മനുഷ്യന്റെ മനസ്സിനായിരിക്കും അത് ഒരു വിളനിലമായിട്ട് എടുക്കുന്നത്. ആ മനുഷ്യ വിളനിലം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ സമ്മിശ്രമായ വികാരങ്ങൾ, പഞ്ചേന്ദ്രങ്ങൾക്ക് അത്രയും തന്നെ പഞ്ചഭൂതങ്ങളായ മനുഷ്യന് പഞ്ചേന്ദ്രങ്ങളുണ്ട്, അത്രയും തന്നെ വികാരങ്ങളുണ്ട്. ഒരു നിയന്ത്രണം ഇല്ലാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഉള്ള, അത് ഓരോ ഗുണവും ഒരു ആനയെ പോലെയാണെന്ന് വെച്ചോളൂ. ആ ആനയെ മെരിക്കുന്ന എങ്ങനെ? അതിന്റെ ഒരു തോട്ടി കൊണ്ടാണ് മെരിക്കുന്നതെങ്കിൽ അറിവും ജ്ഞാനവും കൊണ്ട് നമുക്ക് അതിനെ മെരുക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കും. ഒന്നുകൂടി ഞാൻ വായിക്കാം മലയാളത്തിൽ. അറിവിന്റെ തോട്ടിയാൽ അഞ്ചും നീന്തിപ്പോൻ വര നിലത്തേക്കൊരു വിത്താം. അവരുടെ ആ അറിവാണ് നമുക്കൊരു വിത്തായിട്ട് നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാകുന്നു. അപ്പൊ ഇവരെ 4 ആയിട്ടുണ്ട്. 5-ത്തിലേക്കാണ് കിടക്കുന്നത്. വിത്താനാറ്റൽ അകൽ കോമൻ ഇന്ദിരനെ അതായത് അവിടെ ഒരു ഇത് പറയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു പഞ്ചഭൂതങ്ങളാണ്, അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് ഇരിക്കുന്ന ആളുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ആ ഊർജം എന്ന് പറഞ്ഞത് ഒട്ടും വിവരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ പറഞ്ഞാല് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ നേരത്തെ നമുക്ക് അറിയാം. എന്താ പറഞ്ഞാല് നമ്മൾ പറയാറുണ്ട് കണ്ണ്, മൂക്ക്, ചെവി, വായ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓരോന്നിനും അവയ്ക്കായുള്ള ധർമ്മങ്ങളുണ്ട്, എന്താ പറയുക, പ്രവൃത്തികളുണ്ട്. അത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തി നേരെ വഴി കൊണ്ടുപോകുമ്പോഴാണ് സന്മാർഗമാകുന്നത്, അല്ലെങ്കിൽ നല്ല ഒരു ജീവിത ശൈലി ഉണ്ടാകുന്നത്. അങ്ങനെ സ്വയം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിച്ച് എന്താ പറഞ്ഞ പോലെ ഇഹലോകം വെടിയുന്ന ഋഷിമാരുടെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. അങ്ങനെ അപാരമായ ശക്തിയുള്ള ഒരാളിനെ വായിൽ നിന്ന് എന്തെങ്കിലും പാപം വന്നു കഴിഞ്ഞാല് അതിന്റെ ഫലം, അനന്തരഫലം എന്താ പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചതായിരിക്കും. അതിന് ഒരു ഉദാഹരണമായിട്ട് പുള്ളി പറയുന്നത് ഗൗതമ മഹർഷിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. തപസ്സിലിരുന്ന ഗൗതമ മഹർഷി ദേവേന്ദ്രനെ ശപിച്ചു.
ഹസ്തപ്രഭനാക്കിയ സംഭവം അനുസ്മരിക്കുന്നു. ഭൗതിക സുഖങ്ങളിലേക്ക് കെട്ടുപൊട്ടിച്ച് ഇറങ്ങിച്ചെല്ലാൻ വെമ്പൽ കൂട്ടുന്ന അനുസരണയില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളെ മനോനിയന്ത്രണം കൊണ്ട് അടക്കി സ്വന്തം വരുതിയിൽ നിർത്തുന്ന ഋഷീശ്വരന്റെ ഗോവത്തെ തടുത്തു നിർത്തുവാൻ സർലോകനാഥനായ ദേവനന് പോലും സാധ്യമായില്ല. അതായത് ഋഷിവരന്മാരുടെ താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലം വിവരിക്കാൻ പറ്റാത്തായി പോകും. നല്ല ശാപം കിട്ടിയാലും അത് തന്നെയാണ്, അല്ലെ ദുർശാപം കിട്ടിയാലും അതിൻ്റെയും കഷ്ടതകൾ അത്രത്തോളം ഉണ്ടാകും. ശാപം അനുഭവിച്ചു തീർക്കുക എന്നത് മാത്രമായിരുന്നു ഏക പോംവഴി. അതുകൊണ്ടാണ് ഋഷിമാരുടെ ശക്തി വൈഭവത്തിന് ഏറ്റവും നല്ല തെളിവും സാക്ഷിയും ഇന്ദ്രനാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ആ 2000 വർഷം മുമ്പേ ഇന്ദ്ര ലോകത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് പിന്നെ ആ കഥകളെ കുറിച്ചൊക്കെ ഈ കവിക്കും അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ദ്രനെ എങ്ങനെ ശാപം, കാരണം ഇന്ദ്രൻ എന്ന് പറഞ്ഞാല് ദേവലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഇന്ദ്രന് പോലും ഈ ഋഷിയുടെ അല്ലെങ്കിൽ മുനിയുടെ ശാപം കൊണ്ട് അത് അനുഭവിക്കേണ്ടി വന്നു, അതിന്റെ ഇഷ്ടഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം ഋഷിമാരുടെ മഹത്വത്തിന് വേറെ ഉദാഹരണം കാണിച്ചു തരേണ്ട കാര്യമില്ല. ദേവേന്ദ്രന്റെ അനുഭവം തന്നെ നിങ്ങൾ കണ്ടോളൂ എന്നാണ് പുള്ളി പറയുന്നത്. കാരണം നേരിൽ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിക്കോളൂ. കാരണം ഋഷിമാരുടെ ശാപം ഏൽക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് നടന്നുകൊള്ളണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അത് ஐந்தவித்த நாட்டில் அகல் വിശുംബുനാർ കോമാൻ ഇന്ദ്രനെ സാലും കരി. ഇന്ദ്രന്റെ ഒരു അനുഭവം മതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്ന് പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 5 എണ്ണം ഇവരായിട്ടുണ്ട്. ഇതുവരെയും ഋഷിമാരുടെ മഹത്വവും ഇല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് ആ മഹാന്മാരെ നമ്മൾ മഹാത്മാക്കളായിട്ട് കണക്കാക്കണം, ഈ മഹാത്മാക്കളുടെ വചനങ്ങളെ എന്തുമാത്രം നമ്മൾ വില കൽപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു രൂപരേഖയാണ് ഇത്രയും ഈ 5 ഈരടിയിൽ കൂടി പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനി അടുത്ത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞൊരു ഇതാണ്, ലാസ്റ്റ് പറഞ്ഞത് സ്ക്രീനിൽ വന്നിട്ടില്ല. അതെ, അത് എടുത്തതിലെന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. സാർ കണ്ടിന്യൂ ചെയ്തോ, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞോളൂ. അറിവിന്റെ എന്റെ വിത്ത. ഓക്കെ, ഞാൻ ഇട്ട് തരാം, അത് ഞാൻ വാട്സപ്പ് ഇട്ട് തരാം. അടുത്തത് 6ാമത്തേതാണ് ഞാനിപ്പോ പറയുന്നത്. ആരാണ്, നേരത്തെ ഞാൻ നമ്മുടെ സാബുസാറിന്റെ ഇതിൽ പറഞ്ഞത് തന്നെയാണ്, ആരാണ് വലിയവർ, ആരാണ് ചെറിയവർ. ഏറ്റവും വളരെ ചെറിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു ഇതാ പറയുന്നത്. ചെയ്യുവാൻ ഏറ്റവും പ്രയാസമുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് മഹാത്മാക്കൾ. അത്തരം മഹത്തായ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്നവയാണ്: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഒരു ഋഷി അല്ലെങ്കിൽ മുനി മഹർഷിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനനം കൊണ്ടുവരുന്ന മനുഷ്യനെ പോലെ ജീവിച്ച് ഓരോ ഘട്ടങ്ങളായിട്ട് അവർ മാറി 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 അവരുടെ അവസാനത്തെ ഒരു ഇതിലാണ് സമാധി. അപ്പൊ നമ്മുടെ നാരായണ ഗുരുവിനായാലും അങ്ങനെ തന്നെയാണ്, പിന്നെ വിദ്യാധിരാജ ആയാലും അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ സമാധിയിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണ്? ഇവരൊക്കെ സമാധിയായി എന്ന് പറയുന്നത്, സമാധി ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നതിന്റെയും മഹത്വം ഇതാണ്. അത് 8ഓ 10ഓ ഘട്ടങ്ങൾ അവർ കടന്ന് അതിനുശേഷമാണ് ജീവസമാധി ആകുന്നത്. അങ്ങനെ സമാധി ആകുന്നവരാണ് മഹാത്മാക്കൾ. കാരണം ഇവരൊക്കെ ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പലതും ത്യാഗം ചെയ്തും അല്ലെങ്കിൽ അവർ വഴി നടത്തിയും കൊണ്ടുപോയിട്ടുണ്ട്. ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മന്നത്ത് പത്മനാഭനായാലും ശരി, പിന്നെ വിദ്യാധിരാജ ആയാലും ശരി, അതുപോലെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിലും ഉണ്ട്. നമുക്ക് എത്രയോ സന്യാസിമാരുമുണ്ട്. അത് ഏത് മതത്തിലായാലും അതുണ്ട്. കാരണം ആ മനുഷ്യനെ നയിക്കാൻ വേണ്ടിയിട്ട് കുറെ പുണ്യാത്മാക്കൾ ഈ ഭൂമിയിൽ
അവതരിപ്പിക്കാറുണ്ട്. അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായവർ അല്ലെങ്കിൽ വലിയവർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ പണത്തിന്റെയോ അധികാരത്തിന്റെയോ വലിപ്പം കൊണ്ടല്ല വലിയവർ. അവർ ചെയ്യുന്ന മഹത് പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അവർ വലിയവർ തിരിയുന്നത്. തമിഴിൽ പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയാം. ഇതല്ല വരുന്നത് വേറെയാണ്. ഇത് തന്നെ കറക്റ്റാണ്. ചെയ്യൽ എന്ന് പറഞ്ഞാൽ ചെയ്യൽ, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുന്നവർ, പറഞ്ഞാൽ ചെയ്യും, അവരാണ് പെരിയാർ. 3 വാക്കിൽ തന്നെ പറയുന്നുണ്ട്. ചെയ്യാൻ പ്രയാസമുള്ള കാര്യം ചെയ്യുന്ന ആൾ വലിയവൻ, പെരിയാർ. ചെറിയവർ എന്നത് ചെറിയവൻ ആരാണ്? ആ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവൻ ആരോ അവരാണ്. അങ്ങനെ അവനെ കൊണ്ട് ആവുന്നത് പോലും ചെയ്യാൻ പറ്റുന്നില്ല, അതിനേക്കാൾ കവിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെയാണ് എന്താ പറഞ്ഞാല് ചെറുമക്കൾ എന്ന് പറയുന്നത്, ചെറിയോർ എന്നുള്ളതല്ല. മഹത് കർമ്മങ്ങൾ ചെയ്യുവോർ മഹാത്മാക്കൾ, അത് കഴിയാത്തോർ ചെറിയോർ എന്ന് വളരെ 7 വാക്കുകൾ കൂടി ആരാണ് ഉന്നതൻ, ആരാണ് സാധാരണക്കാരൻ എന്നുള്ളതിന് ഒരു പുതിയ എന്താ പറഞ്ഞാല് അർത്ഥം കൽപ്പിക്കുന്നുണ്ട് തിരുവള്ളുവർ. ഒന്നുകൂടി വായിക്കുന്നത്, ജനനം കൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, എങ്കിലും വലുതായി വരുന്നതോടെ അവരിൽ തന്നെ മഹത്വക്കളെന്നും നിസാരന്മാരെന്നും 2 കൂട്ടർ ഉണ്ടായി വരുന്നു. എന്താണ് അതിന് കാരണം? ചെയ്യാൻ ഏറെ പ്രയാസമുള്ള കാര്യങ്ങളെപ്പോലും തികഞ്ഞ ഇച്ഛാശക്തിയോടും ധീരതയോടും ആത്മസമർപ്പണത്തോടും ചെയ്തു തീർത്ത് ലോകത്തിന്റെ ആദരവും പിടിച്ചു പറ്റുവാൻ ചിലർക്ക് കഴിയുന്നു. അത്തരക്കാരെ നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നു. ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ്, പക്ഷെ അവർ ചെയ്തു വരുന്ന കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരുടെ ആ ഇച്ഛാശക്തി കൊണ്ടും അവർ നേടുന്ന വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നുണ്ട്. നിസ്സാരമായിട്ട് ഒന്നും വേണ്ട. നമ്മുടെ ഭാരതത്തിൽ തന്നെ മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും എന്താ പറയുക, എല്ലാ മനുഷ്യരും ആ ആത്മാവുണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ ജനിച്ചു തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ പ്രയത്നം മാത്രമല്ല, പുള്ളിയുടെ മനസ്സിന്റെ ആ ഇച്ഛാശക്തിയും പുള്ളി സത്യത്തിൽ ഉറച്ചു നിന്ന ആ ഒരു പ്രവണതയുമാണ് ലോകത്തിന് മുമ്പ് അദ്ദേഹത്തിനെ മഹാത്മാ, ദ ഗ്രേറ്റ് സോൾ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നത്. അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ, ഒരുപക്ഷെ സാധാരണ കർമ്മങ്ങൾ പോലും വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കാത്തവർ നിസ്സാരന്മാരുടെ പട്ടികയിൽപ്പെടുന്നു. ഇങ്ങോട്ട് വായിക്കാൻ, മഹിതമാം കർമ്മങ്ങൾ ചെയ്വോർ മഹാത്മാക്കൾ. വാക്കുകൾ 4ആയിട്ട് തിരിക്കുന്നത്. മഹാത്മാക്കൾ ആരാണ്? മഹിതമാം കർമ്മങ്ങൾ ചെയ്വോർ, അത് കഴിയാത്തോർ ചെറിയോർ. വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി അടുത്തത് 7ാമത്തത്. ഇദ്ദേഹം വീണ്ടും പല കാര്യങ്ങളും നമുക്ക് അതെന്താ പറയുക, അതിന്റെ പ്രാധാന്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഉള്ള സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ, ഗുണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ ലോകം പഞ്ചഭൂതങ്ങളാൽ ആയതാണ്, പഞ്ചേന്ദ്രിയ ധർമ്മങ്ങളാലും കലർന്നു കിടക്കുന്നു. ഇവ 5ഉം അറിഞ്ഞ് ഋഷിയുടെ നിഴൽ പറ്റി അവനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നു ഈ ലോകം. ഈ ലോകം ആരെയാണ് ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങളുടെയും പഞ്ചേന്ദ്രങ്ങളെയും അവരുടെ ധർമ്മങ്ങളെയും മനസ്സിലാക്കി ജീവിച്ചു പോകുന്ന ഋഷിമാരെ ആശ്രയിച്ചാണ് ഈ ലോകം നിൽക്കുന്നു. അല്ലാതെ ഋഷിമാരുടെ മഹിമ ലോകത്തെ ആശ്രയിച്ച് നിൽക്കുന്നില്ല എന്ന് 2ആയിട്ട് തിരിച്ചു പറയുന്നു. രുചി, കാഴ്ച, സ്പർശം, ശബ്ദം, ഗന്ധം. നമ്മൾ സാധാരണ പറയുന്നത് 5 സെൻസസ് ആണത്. എന്നിങ്ങനെയുള്ള 5ന്റെയും ഗുണദോഷം വിചാരം നന്നായി അറിയുന്നവനെ ചുറ്റിപ്പറ്റിയാണ് ഈ ലോകം നിലനിൽക്കുന്നത്.
സാറ് ഇവിടെ എന്റെ കവിയുടെ പറഞ്ഞ് രുചി രൂപം എന്ന് പറയുന്നത്, രൂപമല്ല ശരിക്കും ഒളി എന്നാണ് തിരുക്കുറൾ പറഞ്ഞത്. സുവൈ ഒളി, ഒളി എന്ന് പറഞ്ഞാൽ സൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ള മീനിങ് ആണ് ഒളി. ഇദ്ദേഹം രൂപം എന്നാണ് പറയുന്നത്. കാരണം കാഴ്ച കൊണ്ട് കാണുന്ന രൂപം എന്നുള്ള ഇതിലേക്ക് രമേശ് നായർ സാറ് എടുത്തിരിക്കുന്നത്. തമിഴിലാണെങ്കിൽ രുചി, സുവൈ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, സുവൈ, സുവയായിരിക്കും എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. ഒളി എന്ന് പറഞ്ഞാൽ ലൈറ്റ്, വെളിച്ചം, അല്ലെങ്കിൽ ദീപം എന്നുള്ളതില്. ഊറ് എന്ന് പറഞ്ഞാൽ സ്പർശം, ഓസൈ എന്ന് പറഞ്ഞാൽ ശബ്ദം, നാറ്റം. കാരണം നമ്മൾ നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലല്ല, നാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രാഗ്രൻസ് ആണ്. ദുർനാറ്റം എന്ന് പറയുമ്പോഴാണ് അത് പിന്നെ ബാഡ് സ്മെല്ലായിട്ട് മാറുന്നത്. അപ്പം ആ വാക്ക് തന്നെ ഒന്നുകൂടി നോക്കാം. സുവൈ എന്ന് പറയുമ്പോൾ ടേസ്റ്റ്, ഒളി ലൈറ്റ്, ഊറ് സ്പർശം, ഓസൈ എന്ന് പറഞ്ഞാൽ ശബ്ദം, നാറ്റം എന്ന് പറഞ്ഞാൽ ഗന്ധം എന്നുള്ളതിലാണ്. എൻ്റെ ഐന്തിൻ വകി തിരിവാൻ കട്ടയുള്ളത്. ഈ അഞ്ചിൻ്റെയും കുറിച്ചുള്ള അറിവുള്ളവനും അതിൻ്റെ നന്മതിന്മകളെ അറിഞ്ഞവനും മാത്രം ഉള്ള മഹത് വ്യക്തിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു ലോകം. ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ, ഈ ലോകം അഞ്ചും അറിഞ്ഞവന്റെ നിഴൽ പറ്റി അവനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നു. ലോകത്തിൽ വാഴുന്ന ഋഷി മഹിമ ലോകത്തെ അല്ല, മറിച്ച് ലോകം ഋഷിയെയാണ് ആശ്രയിക്കുന്നത്. ഇനി അടുത്തത് 8ാമത്തേത് നിറമൊഴി. നോക്ക് സാറേ, നിറമൊഴി. അതെ, ഫലപ്രദമായ വരവാക്യം മൊഴിയുന്ന ഋഷീശ്വരന്മാരുടെ മഹത്വം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. അതായത് വേദ മന്ത്ര സൂക്തങ്ങൾ നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തരുന്നു. ഈ ലോകം നിലനിൽക്കുന്ന എന്തുകൊണ്ട് നിന്നാല് മഹത് വ്യക്തികളുടെ വേദ മന്ത്ര സൂക്തങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിന്നു പോകുന്നത്. നിറമൊഴി കൂറുന്ന മുനി മഹത്വം. മണ്ണിൽ മറമൊഴി കാട്ടിത്തരുന്നു. ഫലപ്രദങ്ങളും ഗുണദായകങ്ങളും ലോകോ ഉപകാരപ്രദങ്ങളും ഒക്കെയായ പൂർണ്ണോപദേശങ്ങൾ നൽകുന്ന മഹർഷിമാരുടെ മഹത്വം ഭൂമിയിൽ അനശ്വരമായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മറമൊഴികൾ വേദമന്ത്ര സൂക്തകൾ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മലയാളത്തിൽ തമിഴ് വലിയ വ്യത്യാസമല്ല. നിറമൊഴി, നിറൈ ഇവിടെ നിറമൊഴി, മാന്തർ മനുഷ്യർ, പെരുമൈ മഹിമ, നിലത്ത് മണ്ണിൽ, മറൈമൊഴി കാട്ടിവിടും കാട്ടിത്തരുന്നു. അത് അവരുടെ വേദമന്ത്ര സൂക്തങ്ങളാണ് ഈ ലോകത്തെ നിലനിർത്തി പോരുന്നു. അടുത്ത 9ാമത്തേതാണ് നേരത്തെ പറഞ്ഞു. പിന്നെ ഒരു ഈരടിയിൽ വള്ളൂർ പറഞ്ഞായിരുന്നു, ഈ ഋഷി മുനിമാരുടെ ഈ വേദമന്ത്രങ്ങൾക്ക് വളരെ മുന്നിൽ നിൽക്കുന്നവരുടെ ഊർജം എന്ന് പറയുന്നത് വിവരിക്കാൻ പറ്റാത്തതാണ്. അവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അവസരത്തിൽ ഒരു ശാപമോ വല്ലതും നൽകേണ്ടി വന്നാൽ, അത് വാക്കുകൊണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തായിരിക്കും. അതിന് ഉദാഹരണമായിട്ട് ദേവേന്ദ്രന്റെ കിട്ടിയ ശാപത്തിന്റെ അനുഭവം പറഞ്ഞു. വീണ്ടും ഒന്നുകൂടി പറയുന്നുണ്ട് പുള്ളി. അവരുടെ ഓരോ വാക്കിലുമുള്ള അനുഗ്രഹ ശക്തി അനുഭവിച്ച് അറിയാനേ സാധിക്കും. അത്രയ്ക്കും അവരുടെ വാക്കുകൾക്ക് പറഞ്ഞാൽ ആർജവം അല്ലെങ്കിൽ ഊർജം കൂടുതലായിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. മികച്ച ഗുണഗണങ്ങൾക്ക് മുകളിൽ ആധിപത്യം ആർജിച്ചു നിൽക്കുന്ന
സമുന്നത പ്രഭാവന്മാരായ വിശീഷന്മാരുടെ കോപം എന്ന് പറയുന്നത് താഴെ നിൽക്കുന്നവർക്ക് ഒരു മാത്ര പോലും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അവരുടെ ഓരോ വാക്കിലുമുള്ള നിഗ്രഹ അനുഗ്രഹ ശക്തി അനുഭവത്തെ അറിയാൻ സാധിക്കും. ഗുണമെന്ന കുന്നേറി നിൽപ്പോതന്, അത് നല്ല ഗുണങ്ങളുടെ സമ്പന്നമായ ഗുണങ്ങളുടെ മുകളിൽ, ആ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്നവരുടെ ക്രോധം ക്ഷണവും തടുപ്പാൻ അസാധ്യം. ഒരു മാത്ര പോലും തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത്രയും ധർമ്മത്തിൽ കൂടി അല്ലെങ്കിൽ അവരുടെ തപസ്സിൽ കൂടി ആർജിച്ച ആ ഗുണമേന്മ കൊണ്ട് ഒരു കുന്നിന്റെ മുകളിലാണ് അവർ നിൽക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന അവരുടെ ഒരു വാക്കിന് പോലും ആ വാക്കിന്റെ ശക്തി പോലും തടഞ്ഞു നിർത്താൻ സാധാരണക്കാരന് പറ്റില്ല. ഗുണമെന്ന കുന്നേറി നിൽപ്പോർ തൻ ക്രോധത്തെ ക്ഷണവും തടുപ്പാൻ അസാധ്യം. തമിഴില് കുണം എന്നും കുന്തേറി നിന്റാർ. വെകുളി എന്ന് പറഞ്ഞാൽ ഇവിടെ ദേഷ്യാണ്, കോപം. കണമേയും കാത്തൽ അരുത്. ഒരു കണം, കണം എന്നുള്ള വാക്ക് തമിഴിലും മലയാളത്തിൽ മാത്ര എന്നുള്ളതിൽ ഒരു ഗണ മാത്രം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഒരു നിമിഷത്തിന് പോലും നമുക്ക് അത് ഒന്ന് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഇനി 10ാമത്തുള്ളത് പറയുന്നുണ്ട്. ആരാണ് ശ്രേഷ്ഠൻ അല്ലെങ്കിൽ അന്തണർ? സാധാരണ ഇപ്പൊ നമ്മൾ അന്തണർ ഞാൻ പറഞ്ഞത്, അന്തണർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുരോഹിതർ എന്നുള്ളതിലാണ് പിന്നെ പറഞ്ഞു വരുന്നത്. ഇദ്ദേഹത്തിന്റെ പുറൽമുത്തത് തന്നെയാണ്. അന്തണർ என்போர், അന്തണർ എന്ന് പറയുന്നവർ. അറവോർ, അറവ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ നിൽക്കുന്നവർ. മറ്റുള്ള ജീവജാലങ്ങളോട് എല്ലാ കാര്യങ്ങളും കാരുണ്യം പുലർത്തി ജീവിതം നയിക്കുന്നവരാണ് അന്തണന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടവർ. ധർമ്മമാർഗത്തിൽ നിൽക്കുന്നവർ മാത്രം. ധർമ്മമാർഗത്തിൽ നിന്ന് ജീവിച്ച് തന്നെ ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം സംരക്ഷിച്ചു കൊണ്ടു ചെല്ലുന്ന, അവരോട് കാരുണ്യം പുലർത്തുന്നവരാണ് ശരിക്കും മഹാന്മാർ എന്ന് പറയുന്നത്. അന്തണരാകുവോ ധർമ്മജ്ഞർ. ധർമ്മത്തിൽ ജ്ഞാനമുള്ള മാത്രമല്ല ജീവികൾ യാത്ര പുലർത്തിയിടും വാഴ്വാൻ. അവർ ജീവിക്കുന്ന ജീവിതം കൊണ്ട്, ജീവകാരുണ്യ പ്രവൃത്തി കൊണ്ട് ഇരിക്കുന്നവരെയാണ് അന്തണർ എന്ന് പറയപ്പെടുന്നത്. ഇത്രയും ആണ് ഈ 3ാമത്തെ അധ്യായത്തിൽ 10 ഈരടിൽ കൂടി ഇതിലുള്ള പറയുന്നത്. അത് ദൈവസ്തുതി കഴിഞ്ഞ് മഴയുടെ കാര്യം പറഞ്ഞിട്ട് ഈ ലോകം നിലനിന്നു പോകുന്നത് മഹത് വ്യക്തികളുടെയും മഹാത്മാക്കളുടെയും പ്രവൃത്തിയും മറ്റും കൊണ്ടാണ്. നല്ല മനുഷ്യരുടെ ഇതുകൊണ്ടാണ് മാത്രമേ ഈ ലോകം നിലനിന്ന് പോകുന്നു എന്ന് ഒന്നുകൂടി പുള്ളി സ്ഥാപിക്കുന്നു. മാത്രമല്ല ആ ധർമ്മത്തിൽ അധിഷ്ഠമായ ഒരു ജീവിതം നമ്മളും നയിക്കണം എന്ന് പുള്ളി നമുക്ക് ഉപദേശിക്കുന്നു. സർ, താങ്ക് യു സാർ. താങ്ക് യു. ജോഷി സാർ പറയൂ. മോഹൻ സാറെ, വളരെ ഏറെ സന്തോഷവും അതിനേറെ നന്ദിയും ഈ സായാഹ്നത്തിൽ അറിയിക്കട്ടെ. ഇവിടെ ഈ ക്ലാസ്സിൽ സമ്മേളിക്കുന്നവരിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ തീരെ പിടിയില്ലാത്ത ഒന്നാണ് ഈ തിരുക്കുറൽ. കേട്ടിട്ടുണ്ട് തിരുക്കുറല്, തിരുവള്ളുവര് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
തമിഴിന്റെ മഹത്വത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിന്റെ ഈരടികൾ മനസ്സിലാക്കാനോ അതിനേക്കാൾ ഉപരി എനിക്ക് ഒരു വലിയ അറിവാണ് കേവലം 7 വാക്കുകൾ കൊണ്ട് ഒരു വലിയ അർത്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. സാർ അതിനെ ക്രമാനുഗതമായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മഹത്വപൂർണമായ ജീവിതം കാഴ്ചവെക്കുന്ന ആളുകൾ, മഹാന്മാർ. ഈ മഹാന്മാർ എങ്ങനെയാണ് മഹാന്മാരായി മാറുന്നത് എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രം ഈ 7 വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് ഇത് കൂടുതൽ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് ആ ഭാഷ തന്നെ നമുക്ക് പിടികിട്ടുന്നില്ല. എങ്കിലും വളരെ അത്ഭുതമാണ്. മലയാള ഭാഷയിൽ നമ്മൾ അതിന് ആ 7 വാക്കുകൾ വേണമെങ്കിൽ ഒരു മണിക്കൂറുകൾ പിന്നെ ഒരു സെക്ഷനായിട്ട് തന്നെ എടുത്ത് പറയാവുന്ന ആശയമാണ്. അതാണ് വളരെ കാച്ചിക്കുറുക്കി പറയാനായിട്ട് ആ ഭാഷയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത്. തമിഴ് അറിയാവുന്നത് കൊണ്ട് സാറ് വളരെ ആധികാരികമായിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. തികഞ്ഞ ബോധ്യത്തിലാണ് പറയുന്നതെന്ന് നമുക്ക് കേൾവിക്കാർക്ക് മനസ്സിലാകും. മറിച്ച് എവിടുന്നെങ്കിലും കിട്ടിയ ഒരു 4 വാക്കുകൾ എടുത്തു വെച്ചിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മോഹൻ സാറിന്റെ ഉള്ളിലിരിക്കുന്ന ആശയത്തെ കുറെ കൂടി മികവാർന്ന് നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഈ 1 മണിക്കൂർ സമയത്ത് അതെല്ലാം കൂടി സാധിക്കുന്നില്ല. എങ്കിലും ഇത് ആവർത്തിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ നമുക്ക് കുറെ കൂടി സമ്പുഷ്ടമായ കുറച്ച് ദർശനം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് ഞങ്ങളെ നയിച്ച മോഹൻ സാറിന്, ഈ പ്ലാറ്റ്ഫോമിന്, സാബു സാറിന്, എല്ലാവർക്കും ഇതിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സാബു സാറിന് ലഭിച്ചിരിക്കുന്ന അവാർഡ് സൈലന്റ് ഹീറോസ് എന്ന് പറയുന്ന ഒരു അവാർഡാണ്. ഇന്നത്തെ ക്ലാസ്സിലും ഉണ്ടല്ലോ, മഹാന്മാരെങ്ങനെ മഹാന്മാരാകുന്നു. ഇങ്ങനെ നിശബ്ദമായിരുന്ന മഹാനായിരിക്കുന്ന ഒരംഗീകാരമാണ്. വേറെങ്ങും പുറമേക്ക് ഓളമൊന്നും വെക്കുന്നില്ല. വളരെ നിശബ്ദമായി പ്രവർത്തനത്തെ അപങ്കുരം കൊണ്ടുപോകുന്ന സാബു സാറിനെയും ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. എൻ്റെ കയ്യിൽ നമ്പറുള്ള ഇപ്പോൾ ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്കെല്ലാം ഞാൻ അതിൻ്റെ പിന്നെ ഒരു ഇമേജ് അയച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ നമ്പറുകൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ കയ്യിലുള്ള കുറെ പേരുടെ നമ്പറിലേക്കെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവരുടെ നമ്പർ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അയച്ചു തരാനും സന്നദ്ധനാണ്. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി 2 ആളിനും കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. അടുത്ത ആളാരാണ്? അൻസാരി സാർ ഉണ്ടോ? അൻസാരി സാർ കേൾക്കാമോ? സാർ കേൾക്കുന്നുണ്ടോ? ആ പോസ്റ്റർ ഇതാണ് കേട്ടോ സാറേ. അൻസാരി സാർ ഉണ്ട്. ഓക്കെ, പറയട്ടാ? പറഞ്ഞു. സാറേ, ഈ പുസ്തകം വർഷങ്ങളായിട്ട് എടുത്തിരിക്കുക. പക്ഷെ ഇതിന്റെ കുരങ്ങിന്റെ പൊതിച്ച തേങ്ങ കിട്ടിയതുപോലെ ആയി. അത് എന്തുകൊണ്ടെന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോ അത് നല്ല സാധനമാണെന്ന് പറഞ്ഞ് പണ്ട് വാങ്ങിച്ച, എന്നിട്ട് അത് പിടികിട്ടുന്നില്ല. അപ്പൊ ഈ 7 വാക്കുകളാണ് ഒരു പിന്നെ തിയറി അല്ലെങ്കിൽ ഒരു മോറല് വന്നിരിക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടുക. അതുപോലെ ഞാൻ വായിച്ചു നോക്കി, അർത്ഥം വായിച്ചു നോക്കി, കുറെ വാക്കുകളുടെ അർത്ഥം. അപ്പൊ എനിക്ക്
ഈ ഇടയ്ക്ക് ഞാൻ ഈ ട്രെയിനിങ്ങിന് പോയപ്പം ട്രെയിനിങ്ങിന് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ കൊട്ടേഷൻസ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇത് ഈ കിടന്ന് സെർച്ച് ചെയ്തപ്പോ ആ തമിഴ് ചൊവ്വ നേരെ വായിക്കാതെ അവിടെ പോയി കുളമാവണ്ട എന്ന് പറഞ്ഞ് അർത്ഥം നോക്കിയപ്പോ നല്ല അർത്ഥമുള്ള ഒത്തിരി സെന്റൻസ്, ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ തമിഴ് വായിക്കാന്ന് പറഞ്ഞാൽ പിന്നെ മലയാളത്തിൽ അവർ തമിഴ് എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അത് പിന്നെ എവിടെയൊക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്ക് മാറിയൊക്കെ ചെയ്യും. പിന്നെ കറക്റ്റ് ആക്സെന്റ് കിട്ടത്തില്ല. തമിഴ് അറിയാമല്ലോ, മലയാളി തമിഴൻ വന്നിട്ട് ഇവിടെ മലയാളം സംസാരിക്കുന്ന പോലെ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമായിരുന്നു. നല്ലതായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവാ സാറേ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയാല് ഭയങ്കര ഐഡിയാസില് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത മോറൽസും മറ്റും ഒക്കെയാണുള്ളത്. ഞാൻ കുറെ ഇങ്ങനെ ഇതിന് റെഫറൻസിന് വേണ്ടി നോക്കിയിരുന്നു. പണ്ട് കൗൺസിലിങ്ങിന് പഠിക്കാൻ പോയപ്പോൾ ആ സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, തുറന്നു നോക്കാതെയും ഇതുമൊക്കെ. ഓക്കെ, ഇങ്ങനെയുള്ള സാറ് ഓരോരുത്തരെ ഇങ്ങനെ പുതിയ പുതിയ പാർട്ടികളെയൊക്കെ പിടിച്ചോണ്ട് വരുന്നത് നല്ല കാര്യമാണ്. എന്തായാലും ഇത് എങ്ങനെയോ ഈ മീൻ പിടിക്കാൻ മുമ്പ് ചൂണ്ടയിലിടുമ്പം കൊത്തുന്ന മീനെ പിടിക്കുന്ന പരിപാടിയാണ്. അതുപോലെയാണ് സാറിന്റെ പണിയും. ഇല്ല സാറേ, അങ്ങനെയല്ല സാറേ. ഇത് ഞാൻ വൈക്കത്താണ്, എന്റെ വീട് വൈക്കത്തല്ലേ. അപ്പൊ വൈക്കത്ത് തന്തൈ പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിമയും അത് ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ കാണുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അത് തിരുക്കുറളിൽ നിന്നും അതുപോലെ നമ്മള് കന്യാകുമാരിയിൽ കാണാൻ പോകുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് വായിച്ചു നോക്കാനുള്ള ഒരു സാഹചര്യങ്ങളും നമുക്കില്ല. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ മോഹൻദാസ് സാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അത് അൻസാരി സാർ ഇത്രമാത്രം ഇതിന്റെ അകത്ത് അഡ്വാൻസ് മോഹൻദാസ് സാറിനെ ചാക്കിലാക്കി കൊണ്ടുവന്നല്ലേ, ഉടനെ ചാക്കി പിടിച്ച് കയറ്റി കൊണ്ടുവന്നല്ലയോ? അതാണ് നല്ല കാര്യം. നോർമലി ആരും പറയൂ ഇതൊക്കെ. നോർമലി ഇതൊന്നും ആരും അങ്ങനെ പറയാറില്ല, ഇല്ലേ? ഒന്നുകിൽ ഹയർ ലെവലായിരിക്കും, അല്ലെങ്കിൽ അല്ല. അത് മാത്രമല്ല സാറേ, അത് മാത്രമല്ല, ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ പലതിലും കയറും, ചിലതൊന്നും എല്ലാം പേരന്റിങ്ങും സക്സസും പിന്നെ ഗോൾ സെറ്റിങ്ങും അല്ലാതെ പുതിയ സംഗതികളൊന്നും വരാറില്ല. അപ്പം എന്തോന്ന് പറഞ്ഞാൽ ഇങ്ങനെ 200 അത്ര 1600 സിസ്റ്റം ഒക്കെ ആയി ചില ഇതില്. ഈ 1600 എണ്ണത്തില് ഒരു പിന്നെ 1500 എണ്ണവും ഗോൾ സെറ്റിങ്ങും സക്സസും പേരന്റിങ്ങിന്റെ വിവിധ ഇതൊക്കെയാണ്. എന്നിട്ട് സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് അവതരിപ്പിച്ചു പോകുന്നതാണ്. കാരണം അവര് ചെയ്യത്തില്ല, ബാക്കിയുള്ളവൻ വേണമെങ്കിൽ ചെയ്തിട്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഈ ട്രെയിനർമാർ ചെയ്യുന്ന വേലകൾ. അപ്പോ ഈ തിരുക്കുറൽ അങ്ങനെയല്ല. തിരുക്കുറൽ നിങ്ങൾക്ക് തന്ന, അതായത് ഒരുത്തൻ മഹാൻ, ആരാണ് മഹാൻ എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മളെ പോലെ ജനിച്ച ഒരുത്തൻ നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനെയാണ് മഹാൻ എന്ന് പറയുന്ന ഇപ്പം ഇന്ന് പറഞ്ഞ ഒരു ഇതാണ് പറയുന്നത്. അപ്പം നമുക്ക് മഹാനാവണമെങ്കിൽ സാധാരണക്കാരൻ ചെയ്യാൻ അറയ്ക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളപ്പോൾ നിങ്ങൾ മഹാനായിട്ട് മാറും എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട്. കോടിക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓർക്കപ്പെടുന്ന ഒരാളാവണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. എല്ലാത്തിനെ സംബന്ധിച്ച്, ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ആയാലും പിന്നെ നമ്മളുടെ കൂടുതലും മൊറാലിറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ മഹാനാവും. അപ്പം അതിന് എന്തൊക്കെ വേണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഐ സ്പെഷ്യലി കൺഗ്രാജുലേറ്റ് സാബു സാർ ആൻഡ് ഓൾസോ മോഹൻ സാറും. മോഹൻ സാർ ഞാൻ അന്ന് ഇടയ്ക്കൊന്ന് കയറി ഇത്തിരി നേരം കേട്ടിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്റെ പുസ്തകം എവിടെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ അടുത്ത പുസ്തകമായിട്ട് വരണം. അടുത്ത വെള്ളിയാഴ്ച പുസ്തകമായിട്ട് വരണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാബു സാറിനോട് ഈ പറഞ്ഞ പോലെ എത്ര നന്ദി പറഞ്ഞാലും എന്നും പറഞ്ഞാലും തീരൂല, മതിയാവില്ല. കടപ്പാടുകൾ ഏറെയാണ്. ഇപ്പൊ ജോഷി സാറ് ഓർത്തപ്പോ ഞാൻ ഓർക്കുക, എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞ്,
ജോർജ്, കോഴി, നാടൻ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ വലിയ ഒച്ചയും ബഹളവും കിട്ടും. താറാവ് മുട്ടയിട്ട് ഒന്നും മിണ്ടാറില്ല. വലിയ മുട്ടയിട്ടിട്ട് അങ്ങ് പോകും, എന്റെ കർമ്മം നിർവഹിച്ചു എന്നതുപോലെ. ഇപ്പോ അത് പെട്ടെന്ന് ഓർത്തു വരാൻ ഇതിനോട് കണക്റ്റഡ് ആണ്. മഹാന്മാരാരും തന്റെ മഹിമകൾ വിഴുതിച്ചോതി നടക്കാറില്ല. അസാധ്യമായതിനെ സാധ്യമാക്കി മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് അവർ കടന്നു പോകുന്നു. പക്ഷെ തിരിച്ചറിയുന്നവര് അത് മഹാത്മാക്കളായിരുന്നു, അവരായിരുന്നു മഹാത്മാക്കൾ എന്ന് അറിയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ പലരുടെയും കാലം കഴിഞ്ഞ ശേഷമായിരിക്കും. അവരെ ഓർമ്മിക്കാൻ ഇപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. ജീവിച്ചിരുന്നവരിലും വലിയ ശക്തിയാണ് അവരായിരുന്നത് എന്നുള്ളതൊക്കെ പിൻതലമുറകൾ വിലയിരുത്തുന്നതൊക്കെ. ചിലപ്പോൾ കാണാതിരുന്നത് കണ്ടുമുട്ടുമ്പോഴോ അവരുടെ എന്തെങ്കിലും കുറിപ്പുകളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ ബാഹ്യലോകം അറിയപ്പെടുന്നത്. അപ്പൊ എന്നതുപോലെ തന്നെ തിരുക്കുറൾ ഇത്തരം കാര്യങ്ങൾ തന്നെ പറയുന്നു. ഇന്ന് പറഞ്ഞത് മഹാത്മാക്കൾ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഒതുക്കി പോകാൻ ആ നല്ല ഉപമ എത്ര രസകരമായിട്ട് ആകർഷകമായി തോന്നി. ആനയെ ചെറിയ തോട്ടിയുണ്ട്, അതൊരു ചെറിയ മനുഷ്യൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി കൊണ്ടുപോകാൻ കഴിയുക, അതും മഹാത്മാക്കൾക്ക് തന്നെ കഴിയുന്നു. അത് ശരിയാണ്. അങ്ങനെ കഴിയുന്നവൻ മഹാത്മാവായി തീരുവാണ് ഇല്ലേ യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും ഒത്തിരി ആത്മജ്ഞാനം പകർന്നു തരുന്ന ഒത്തിരി സാരാംശങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുക്കുറൾ അത് വെളിവാക്കി തന്നു. അതിന് മോഹൻദാസ് സാറിനാണ് അതിനുള്ള ആ യോഗം, ഒരുപക്ഷെ ആ കർമ്മ യോഗം കിട്ടിയത് ഞങ്ങളെ പോലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് തരാൻ. സാറിനോട് പ്രത്യേകം അഭിനന്ദനവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. വേറെ ആരോടെ സ്നേഹിതം അനുവിദ്യ ഫ്രീയാണോ? താങ്ക് യു സർ. മോഹൻദാസ് സാറിന് ആദ്യമായി നന്ദി പറയാണ്. സാർ ഇന്നും വളരെ മനോഹരമായിട്ട് 10 ഖുറൽ നമുക്കായി വായിച്ചു തന്നു. അതിന്റെ അർത്ഥം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. കുറെ കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങനെ തലയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. നമ്മളിപ്പം ഇന്ദ്രിയങ്ങൾ അടക്കേണ്ട കാര്യങ്ങള്, അതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ ആൾക്കാരൊക്കെ സാധാരണ മരിച്ചു പോകും. പക്ഷെ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗി എന്ന് പറയുമ്പോൾ അവര് ചില കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവര് സമാധി എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ മരണത്തിന് പോലും ആ രീതിയിൽ മഹത്വം കൈവരുന്നത്. അതെ. അപ്പൊ അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചിട്ട് എങ്ങനെയാണ് അവർ മാറ്റവ്യക്തികളാകുന്നുള്ളത്, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നു. സാധാരണക്കാരനാവട്ടെ അവർ ചെയ്യുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ പോലും അവർ ചെയ്യാതെ സ്കിപ്പ് ചെയ്യുന്നു. അതായത് അവർക്ക് എളുപ്പത്തിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോ നല്ല രീതിയിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന് സാറിന് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. സാർ അത് തമിഴ് വായിച്ചിട്ട് ഇപ്പൊ നമ്മൾ മലയാളം ആണെങ്കിൽ തിരിച്ചു പറയാന്ന് പറയും. നമ്മൾ ഈ വാക്കുകൾ അത് സാറിന് തമിഴ് അറിയുന്നോണ്ടാണ് സാർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതൊരു ഒഴുക്ക് പോലെയാണ് വായിക്കുക. നമുക്കത് എവിടെയാണ് പിരിക്കേണ്ടതെന്ന് നമുക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് തമിഴ് അറിയുന്ന തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചതിൽ വളരെയേറെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് നമ്മൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത സാബു സാറിനും സ്പെഷ്യൽ താങ്ക്സ്. ഡ്രീം സെറ്റേഴ്സിന്റെ സൈലന്റ് ഹീറോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സാബു സാറിന് ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പൊ 1171 അല്ലേ, 1171 തോന്നുന്നു. അപ്പൊ അത്രയും ദിവസങ്ങള് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു 7 മണി സമയത്ത് നമുക്ക് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഒരു വീട്ടിലുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ അതേപോലെ നമ്മള് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള ബാലൻസ് കൊണ്ടുവന്ന് എല്ലാ ദിവസവും അത് ചെയ്യാന്നുള്ളത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതെന്തായാലും സാറിന് അതിന് വേറെ ഇപ്പം മറ്റു പ്ലാറ്റ്ഫോമുകളാണല്ലോ അവർക്കൊക്കെ വേറെ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ സാറിന് അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് സേവനാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതില് അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിന് സാറിന് ഇനിയും അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. ഞാനുള്ളത് സ്നേഹലത മാം, റോയ് സാർ അറിയുന്നുണ്ടോ? ഞാൻ പറയട്ടെ സാർ, പറയും. പറയട്ടെ. ആ. ആദ്യമായിട്ട് സാറിന് അഭിനന്ദനങ്ങൾ, സൈലന്റ് ഹീറോയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇത്രയും മനുഷ്യർക്ക് നല്ല ഒരു അന്തരീക്ഷം 7 മണിക്ക് ഇത്രയും ദിവസങ്ങൾ തരാൻ പറ്റിയതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. പിന്നെ ഈ തിരുക്കുറൽ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ അത്രയും മാത്രമേ അറിയാവുള്ളായിരുന്നു. ഇപ്പൊ എന്താണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ആദ്യമായിട്ട്. അങ്ങനെ ഒരു അറിവ് തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സാറ് കണ്ടെത്തി. ഞങ്ങൾക്കെല്ലാം ഇത് വളരെ പ്രയോജനപ്പെടുന്നു. ഞാൻ ഇന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് എൻ്റെ ഉള്ളിലോട്ടൊന്നും കടക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇനിയും എല്ലാ ആഴ്ചയും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. ആദ്യത്തെ 2-3 ആഴ്ചകളൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള 2 പേരുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ല. പക്ഷെ അവർ യൂട്യൂബിൽ കാണുന്നുണ്ടായിരിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, റോയ് സാർ ഉണ്ടോ? ജോഷ് സാർ എന്തെങ്കിലും പറയുന്നു? റോയ് സാർ, നാഷ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തിരുക്കുറളിന്റെ 4ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ആഴ്ച മോഹൻദാസ് സാറിൽ നിന്ന് കേൾക്കാം. തീർച്ചയായിട്ടും സാർ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇതൊന്ന് പറിച്ചു നോക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാകണം. സാർ അന്ന് പറഞ്ഞിരുന്നു പറ്റുമെങ്കിൽ 1-2 ഈരടികളൊക്കെ ഒന്ന് പാടാനോ അല്ലെ ഒന്ന് പറയാനോ ഒക്കെ ഉള്ള ഒരു പ്രാക്ടീസ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒക്കെ ഈരടികൾ ഒന്ന് ചേർത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു ട്രെയിനിങ് മേഖലയിലൊക്കെ അത് വളരെയധികം ഉപകരിക്കും. പ്രത്യേകിച്ച് ഇതുപോലത്തെ തമിഴും അല്ലെങ്കിൽ ആ തമിഴ് ഭാഷയിലുള്ള ഇങ്ങനത്തെ ഈരടികളൊക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് വളരെയധികം ഗുണകരമാണ്. ഒരു ട്രെയിനിങ് എന്ന നിലയിൽ, ഒരു ട്രെയിനർ എന്ന നിലയിലൊക്കെ ഇത് വളരെയധികം ഗുണകരമാണ്. അല്ലാതെ തന്നെ ഒരു ആധ്യാത്മിക തലത്തിൽ ഒക്കെ നമുക്ക് ഒത്തിരി പ്രയോജനപ്രദമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻദാസ് സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമുക്കിത് വീണ്ടും തുറന്നു കേൾക്കാം. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറയുന്നു. മോഹൻദാസ് സാർ ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നല്ല ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. മോഹൻദാസ് സാർ, ഓക്കെ. ശരി, അടുത്ത ആഴ്ചത്തെ പറയണേ സാറേ. അടുത്ത ആഴ്ചത്തെ ഒരു വാക്ക് പറഞ്ഞേക്കെ. അടുത്ത ആഴ്ചത്തേക്കല്ലേ നമ്മൾ ഇവരെ 3 അധ്യായങ്ങൾ കണ്ടത്. ദൈവസ്തുതി, വർഷമഹിമ, പിന്നെ വന്നിട്ട് സന്യാസ മഹിമ. ഋഷീശ്വരന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട ധർമ്മം പരമപ്രാധാന്യം അർഹിക്കുന്നു. അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ തരുന്നത് ധർമ്മം തന്നെ. അതുകൊണ്ട് ചുമതലപ്പെട്ട ധർമ്മം യഥാവധി അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേയസ്കരമാകുന്നു. അടുത്ത അധ്യായം ധർമ്മ മഹാത്മ്യം. ഓക്കെ സാർ, അപ്പൊ ആയിക്കോട്ടെ. ഓക്കെ.